ഇന്നെൻ്റെ ജന്മനാളിനോടനുബന്ധിച്ച് ആഘോഷങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ആഘോഷമില്ല, അങ്ങ് ആഘോഷിക്കുക. അടുത്ത വർഷം കാണുമെന്ന് ആർക്കറിയാം. അത് കാരണം ഞാനിന്ന് ഇച്ചിരി നമ്മളെ മുട്ട ചിക്കി ബിരിയാണി ഉണ്ടല്ലോ, മുട്ട ചിക്കി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് സവാള, പച്ചമുളക്, ഇഞ്ചി ചേർത്തൊന്ന് വഴറ്റി പച്ചമണം മാറാനായിട്ട്. ഓക്കെ, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുട്ടയൊക്കെ ചേർക്കും. ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഊറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്, സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3 കോഴിമുട്ടയാണ് വെച്ചിരിക്കുന്നത്. നല്ല നാടൻ മുട്ടയാണ്. അപ്പുറത്തെ വീട്ടിൽ നാടൻ മുട്ടയുണ്ട്, അതാണിത്. പൊട്ടിച്ച് ഒഴിക്കുമ്പം കാണിക്കുക ഗൈസ്. ബാക്കിയില്ല നമ്മളെ കുരുമുളക്, കൊച്ചി ജീരകം വറുത്ത് പൊടിച്ചത്, ഇത് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത് മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് ഇടാൻ ഇച്ചിരി ഏലക്കയും ബാക്കിയുള്ള ഇച്ചിരി സംഭവങ്ങൾ മണമുള്ളതുണ്ട്, ഗ്രാമ്പൂവിൻ്റെ പൊടിയൊക്കെ. അപ്പം നമുക്ക് ഇതൊന്നും കൂടെ ഇതങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കുന്നില്ല ഞാൻ. നമ്മുടെ കറിയില്ലാത്ത ചോറല്ലേ ഇത്, മുട്ട മാത്രമേ ഉള്ളൂ കറിയായിട്ട്. അപ്പം മുട്ട പൊരിക്കുന്നത് എങ്ങനെയാണ്? ഇഞ്ചി, പച്ചമുളക്, സവാള, അല്ലെങ്കിൽ കൊച്ചുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ടാണ്. അപ്പം മസാലക്കൂട്ടി ഞാൻ ചേർക്കും. അപ്പം മസാലക്കൂട്ടികൾ ഒന്നൊന്നായിട്ട് ചേർക്കാൻ പോകും. ഒരു സൈഡിലോട്ട് ഇടാവേ, കുറേശ്ശെ ഇടാവും. ഇത് കൊച്ചു ജീരകം, ഇത് നമ്മളെ വലിയ ജീരകം, പെരുംജീരകം, ഇത് നമ്മുടെ കുരുമുളക് പൊടി, അത് ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല. ഇതെല്ലാം വറുത്ത് പൊടിച്ച് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഇട്ട ഗായ്സ്. പിന്നെ നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടിയാണിത്, ഔഷധ ഗുണമുള്ള മഞ്ഞൾപ്പൊടി. ചോറിന് ഇച്ചിരി കളർ കാണണ്ടേ ഗൈസ്, സോ ഇട്ടെന്നേ ഉള്ളൂ. കരിഞ്ഞൊന്നും പിടിക്കരുത്, നോക്കിക്കോണം. ഇനി നമ്മളെ മുട്ട പെട്ടെന്ന് ചിക്കി അങ്ങ് ഇട്ടേക്കണം, അതർവൈസ് ഇത് വേറെ വല്ലതൊക്കെ ആയിപ്പോവേ. ഓക്കെ, ഇത് എൻ്റെ ബിരിയാണിയുടെ റെസിപ്പിയാണ്. എനിക്ക് അറിഞ്ഞൂടെ വേറുള്ളവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, ഉണ്ടാക്കി നോക്കാം, അവസാനം എന്താവുമെന്നറിയാം ഗൈസ്. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളാകേണ്ട മുട്ടക്കുട്ടന്മാർ പാവം. എത്ര കോഴിക്കുഞ്ഞ്? 3 കോഴിക്കുഞ്ഞാവണ്ടല്ലേ ഗൈസ്. കോഴിക്കുഞ്ഞിൻ്റെ ഫുഡാണിത്. മുട്ടയ്ക്കകത്തിരുന്ന് വിരിയും. അപ്പം മുട്ടയിട്ട് കലക്കുവാണ് ഗൈസ്. ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കറിയായി. ഇതൊരു മുട്ടത്തോടിൻ്റെ ഒരു കഷ്ണം, മുട്ട പൊട്ടിച്ച തോട ഇത്. ഓക്കെ, നമ്മുടെ ഇഡ്ഡലി തട്ടിലെ ഒരു സംഭവം ഇരിപ്പുണ്ട് ഗൈസ്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ മുട്ട ചിക്കി തോട്ട് എടുക്കട്ടെ ഗൈസ്. അതിൻ്റെ കൂടെ ഉപ്പിട്ട് വേവിച്ച് ചോറായതുകൊണ്ടേ ഇതിൽ ഉപ്പ് ചേർക്കാഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി മുട്ട ചിക്കി ബിരിയാണി. ഇത് വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ, അല്ലേ അടി പിടിക്കും, ചുവടി പിടിക്കും. ഞാനില്ല നോൺ സ്റ്റിക്ക് എടുത്തില്ല. ഓക്കെ ഗൈസ്, ഞാനിത് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഒരുവിധം അങ്ങോട്ട് വഴണ്ടി വരുമ്പം കാണിക്കാവേ. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട് ഗൈസ്, നല്ല അടിപൊളിയായില്ലേ. നമുക്കിത് കോരി മാറ്റി വെച്ചിട്ടേ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ചോറ് സെറ്റാക്കാം ഗൈസ്. അപ്പം കാണിക്കും, ചോറ് താ വെന്തിരിക്കുന്നു, കാണിക്കാവേ. ഓക്കെ ഗൈസ്, ഇത് നല്ല സൂപ്പറായിട്ടുണ്ടേ. ഇനി നമുക്ക് ചോറ് സെറ്റാക്കാം. ചോറ് ഇങ്ങനെ ഇരിക്കുവാണ്, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കാം. തീയൊക്കെ കുറച്ച് വെച്ചേക്കണം, ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. തീ കൂട്ടി വെച്ച് നമ്മളിവിടെ ചോറിന് ആദ്യം നമ്മളൊന്ന് സോട്ട് ചെയ്യട്ടെ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ മുട്ട വറുത്തതിനകത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് തീയൊക്കെ ലോ ഫ്ലെയിമാണേ, സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതിന് നല്ല ചൂടുണ്ട് ഗൈസ്. ഈ മുട്ട എടുത്ത് കുറേച്ചേ ഇങ്ങനെ ഇട്ടങ്ങ് സെറ്റാക്കാം. ഞാനും ഡാഡി മാത്രമേ ഉള്ളൂ ഇവിടെ, അതെപ്പോഴും പറയണ്ടല്ലോ. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളത് കാരണം ഞങ്ങൾക്ക് ചായ ഗ്ലാസ്സിന്, കൊച്ചി ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയൊക്കെ മതി ഗൈസ്. അപ്പം